രാവിലെ തന്നെ കൺഫ്യൂഷൻ, പോർക്ക് വേണോ ബീഫ് വേണോ. പിന്നെ അച്ഛന് കുറച്ചും കൂടെ താല്പര്യം പോർക്കായതുകൊണ്ട് ഞാനത് വാങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കുക്കർ ഫ്രീ ആയി കിട്ടണമല്ലോ. അപ്പോൾ അതിനകത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കഴുകി മാറ്റി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുക്കർ റെഡി ആയിട്ടുണ്ട്. കുക്കറിനകത്തോട്ട് നമ്മുടെ ഈ ഐറ്റവും അതുപോലെ തന്നെ കുറേ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, കുറേ പൊടികളുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ഇടുക. പിന്നെ കറിവേപ്പിലയും പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കണം. കുക്കർ അടയ്ക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം എന്ത് സാധനവും വെക്കാവുള്ളൂ. സാധനങ്ങൾ വെച്ചിട്ട് കൊണ്ട് സ്റ്റൗ ഓൺ ചെയ്ത് കേട്ടോ. മനസ്സിലായല്ലോ എന്തോ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ നേരെ ചക്ക ഇടാൻ വേണ്ടി പോയി. ഒരു 2 വിസിലൊക്കെ മതി കേട്ടോ പന്നിക്ക്, അല്ലെങ്കിൽ മാക്സിമം 3 വിസിൽ. അപ്പം അച്ഛൻ പോയിട്ട് ചക്കയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചക്ക ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചക്കയായിരുന്നു പൊളിച്ചു വന്നപ്പോൾ. പിന്നെ അതിനിടയ്ക്ക് ചപ്പാത്തി ഓൾറെഡി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെ, ഇത് കണ്ടില്ലേ, ചക്ക അടിപൊളി ചക്കയായിരുന്നു. കറക്റ്റ് മൂപ്പ്. ശരിക്കും പറഞ്ഞാൽ മഴ തുടങ്ങിയപ്പോൾ ഞാനോർത്ത് വെള്ളച്ചവ വരുമെന്ന്, പക്ഷെ അങ്ങനെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അടിപൊളി ചക്കയായിരുന്നു. ഞാൻ കുറേ ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ ചപ്പാത്തി പരത്താൻ വേണ്ടി പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ആട്ട കൊണ്ടുള്ള, നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന ആട്ട കൊണ്ടുള്ള ചപ്പാത്തിയാണ്. പക്ഷെ അടിപൊളിയാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും, ഒട്ടും ഹാർഡായിട്ടിരിക്കത്തില്ല കേട്ടോ. പിന്നെ പരത്തൊക്കെ കണക്കാണ്, ഒരു ഷേപ്പൊക്കെ വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്തെടുത്തു. ഇതാണ് അച്ഛൻ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ ചക്കയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ഇരുന്ന് ചിപ്രം കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വർഷത്തിൽ മിക്ക മന്തിലും ചക്ക കാണും. കുറച്ച് മാസം മാത്രമേ ഉള്ളൂ ചക്ക ഇല്ലാത്ത മാസം വരുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പഴുത്തതും പഴുക്കാത്തതും എല്ലാം കിട്ടും. പിന്നെ അതിനിടയ്ക്ക് നമുക്കിപ്പോൾ ഈയിടെയായിട്ട് ഈച്ചയുണ്ട്. അപ്പോൾ അതിനൊരു സാധനം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിറച്ചിങ്ങനെ വന്നിരിക്കും. പിന്നെ നമുക്ക് ഈ അതായത് വേവിക്കാൻ വേണ്ടി, ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ ആ കൂടെ തന്നെ തേങ്ങ വേണമല്ലോ, അരപ്പ് ചേർക്കാൻ. അപ്പോൾ എന്നോട് പറഞ്ഞൊരു തേങ്ങ പൊതിച്ചുകൊണ്ട് വരാൻ. പിന്നെ നമ്മൾ പോയി തേങ്ങയൊക്കെ പൊതിച്ചു. നമ്മുടെ വീട്ടിൽ തെങ്ങുണ്ട്, ആ തെങ്ങിലെ തന്നെ തേങ്ങയാണ്. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ പന്നി വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നോക്കുവാണ് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന്. വെന്ത് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഞങ്ങൾ 3 വിസിലടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ചക്ക വെച്ചു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചുമ്മാ ഇത് മറ്റേ നമ്മുടെ കസ്തൂരി മഞ്ഞളില്ലേ, അതുപോലത്തെ ഒരു ഐറ്റം കേട്ടോ. മുഖകാന്തി ചൂർണ്ണമെന്നോ അങ്ങനെ എന്തോ സാധനം. അത് ഞാൻ ഈ മറ്റേ ചന്തക്കകത്തുനിന്ന് പോയി മേടിച്ചതാണ്. അങ്ങനെ അതും എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെച്ചത്. ഇനി ഇതിനിടയ്ക്ക് പോയിട്ട് ഞാൻ ചപ്പാത്തിയും കറിയും കഴിക്കുന്നുണ്ട് രാവിലെ. അതിനുശേഷം നമ്മൾ ബാക്കി കറിയുടെ പരിപാടികളെല്ലാം ചെയ്ത് തീർത്ത് ചക്കയും റെഡിയാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് നിങ്ങളുടെ സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.